പിടിച്ച് വലിക്കണ പോലെ അല്ലെങ്കിൽ അത് മേത്തുനിന്ന് പോവില്ലേ നീ. ആ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാങ്കാണ്. പ്രാങ്ക് കൊടുക്കുന്നത് അപ്പൂസിനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാർക്കോളിൻ്റെ മാസ്കില്ലേ അത് ഞാൻ മുഖത്തിടും. അവനോട് വേണോ ചോദിക്കും, അവൻ മിക്കവാറും വേണമെന്ന് തന്നെ പറയും. അന്നേ സില്ലും വേണമെന്ന് പറയും. അന്നയ്ക്ക് സില്ലേക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല, അപ്പോഴും മാത്രമേ കൊടുക്കാൻ ഉദ്ദേശമുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചാർക്കോൾ മാസ്ക് ഇടും, അപ്പൂവിന് നമ്മൾ പകരം കരി കലക്കി കൊടുക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, 2 പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ ഒരെണ്ണത്തിൽ ഇതാ ഈ ചാർക്കോൾ മാസ്കാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരെണ്ണത്തിലേക്ക് നമ്മളിതാ കരി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കരി കറക്റ്റ് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഒഴിച്ചു. ഈ മാസ്ക് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടോ? അപ്പോ നമുക്ക് ചാർക്കോൾ മാസ്ക് ഇടാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനാണ് കേട്ടോ ആദ്യം. അപ്പൊ അപ്പൂനോട് സില്ലോ പാത്രം. അപ്പൊ സില്ല അപ്പൂന് പാത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടെ അപ്പൂടെ മമ്മി എടുത്തേ. വെളുക്കുട്ടപ്പോ വെളുക്കാളം എന്താണത്? അപ്പോ എന്നിട്ട് കഴിഞ്ഞാൽ അപ്പൊരു വെളുക്കല് വെളുക്കുന്നു. അപ്പൊരു വെളുത്ത് സുന്ദരനായിട്ട് അഴുത്തൊക്കെ വെളുത്തിട്ട് വേണ്ട അപ്പൊ മാത്രം വെളുത്താൽ മതി. നിങ്ങളൊക്കെ വെളുത്തിട്ടല്ലേ ഇരിക്കണേ. അപ്പൊ മാത്രം എത്ര കളർ കുറവുള്ള അപ്പ് തേക്കിട്ടെ. അപ്പൊ അപ്പന്റെയും മമ്മിയുടെയും തേക്കല് കഴിഞ്ഞു കേട്ടാ. യോ പറ യോ. അപ്പൊ നമുക്കിനി കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ഉണങ്ങണം. അപ്പൻ്റെ ഉണങ്ങട്ടേട്ടാ പോയിരിക്കേ. എവിടെയും പോയി ചാരരുത് കേട്ടാ. കൈയൊക്കെ ഇങ്ങനെ അപ്പൻ്റെ കൈ നോക്കട്ടെ. അപ്പൊ കൈ കഴിക്കില്ല. മമ്മി കൈ ആയിട്ട് വരാട്ടെ. അപ്പൊ അപ്പും മമ്മിയും ദാ വെളുക്കളം മരുന്ന് പറ്റിയിരിക്കുകയാണ്. അപ്പൊ വെളുക്കില്ലേ? അപ്പൊ സെല്ലൊക്കെ എണ്ണയ്ക്കും കൊടുക്കണം നമുക്ക്. അവരൊക്കെ ഓൾറെഡി വെളുത്തിട്ടാണല്ലോ. നമ്മളെ മാത്രമാണ് കറുത്തവര്. അപ്പൊ നമുക്ക് മാത്രം പറ്റിയാൽ മതി അല്ലെ. അപ്പും മമ്മിയും വെയിറ്റിംഗ് ആണ്. ഇനി 20 മിനിറ്റോളം ഇതിങ്ങനെ മുഖത്ത് വെച്ചേക്കണം. ഇപ്പൊ തന്നെ ഏറെക്കുറെ ഒന്നിങ്ങനെ വലിഞ്ഞ ഒരു ഫീലിംഗ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ ഒരു വലിയ ഫീലിംഗ് വരുന്നുണ്ടാ? വലിയുണ്ട? ഇവിടെയൊക്കെ വലിയുണ്ട? വലിയുണ്ട? ഇങ്ങനെ വലിയണില്ലേ? അപ്പൻ്റെ ഉണങ്ങി തുടങ്ങി. അപ്പൻ്റെ മമ്മിയുടെ ഒക്കെ ഉണങ്ങി തുടങ്ങി. അപ്പൊ ഇങ്ങനെ വലിച്ചില് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒക്കെ അങ്ങനെ വലിയണ പോലെ ഫീൽ ചെയ്യണ്ട. തൊടല്ലേ തൊടല്ലേ തൊടല്ലേ. വെളുക്കളാണ് സുന്ദരനായിട്ട് അപ്പൊരു പോക്കുണ്ടെന്ന് കളിക്കാൻ. അല്ല അപ്പൂന് ശരി അടക്കാൻ പറ്റില്ലേ? അപ്പൂ എടുത്തിട്ട് പോകുന്നു പറയപ്പോ അന്നക്കുട്ടി ഞാൻ വെളുക്കാൻ വേണ്ടി കരഞ്ഞോണ്ടിരിക്ക. അപ്പൂനെ വെളുപ്പിച്ച പോലെ അതെ നമ്മളെ അപ്പൂനെ വെളുപ്പിച്ച പോലെ അന്നെ വെളുപ്പിക്കും. ഗൈസ് നമ്മുടെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അയ്യോ ഗൈസ് നമ്മൾ കുറെ നേരമായി വെച്ചിട്ട് നമുക്ക് ഇനി ഊരി എടുക്കാൻ നോക്കാം. അപ്പൊ ഊരി അപ്പൂന്റെ അപ്പൊ വെളുക്കില്ല കേട്ടോ. ഇങ്ങനെ ആക്കണം. അങ്ങനെ വെളുക്കുള്ളോ? അപ്പൂന് കിട്ടണല്ലേ? നോക്കപ്പോ നല്ലോണം നല്ലോണം നോക്കപ്പോ അങ്ങനെ കിട്ടുന്നുണ്ടോ? കണ്ട
മമ്മിയുടെ ഒക്കെ പോയി അപ്പൂന്റെ പിടിച്ചു വലിക്കണ പോലെ അല്ലെങ്കിൽ അത് മേത്തുനിന്ന് പോവില്ലേ ആ നമ്മള് പിടിച്ചു വലിച്ചത് പോവുള്ള മോൻ കഴുകി പോവില്ലേ സാധനം കണ്ട അങ്ങനെ അങ്ങനെ വരണം കണ്ട ഇതേപോലെ വരണം അപ്പോ ശരിക്കും നോക്കല്ലേ മാത്തുന്ന സാധനം പോവില്ല കേട്ടല്ലേ കഴുകിയാ പോവില്ല ഇങ്ങനെ അങ്ങനെ കണ്ട കളയണം അങ്ങനെ അങ്ങനെ കളയണം ഇങ്ങനെ ഇങ്ങനെ കളയണം മുഖത്തുനിന്ന് പോലീ കളറാണ് പൂ മമ്മി എടുത്തു ഇത് കഴുകിയാ പോവില്ല അറിയില്ലേ ഇങ്ങനെ പിച്ച് ചീന്തി എടുക്ക് മുഖത്തുനിന്ന് വേറെ എടുക്ക് ഇങ്ങനെ പിച്ച് ചീന്തിട്ട് അയ്യോ ഇനി പപ്പി ഇനിയിപ്പൊ എന്ത് ചെയ്യപ്പോ പിന്നെ കളാവും കഴുകിയ പോവില്ല അങ്ങനെ മാന്തി എടുക്കാൻ നോക്ക് അപ്പന്റെ കളർ ഇതായി സോപ്പിട്ടാണെന്ന് പോവില്ല കണ്ടത് ഇങ്ങനെ 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 എടുക്കണം കണ്ട ഇങ്ങനെ ഇങ്ങനെ എടുക്ക മുഖത്തുനിന്ന് നോക്കിയിരിക്കാതെ എടുക്കാൻ നീ കളറാവൂ ഇനി അപ്പൊ വേറെ എടുത്തോ അങ്ങനെ എടുക്ക അല്ലെങ്കിൽ അപ്പൊ കറുത്തിട്ട് ഇരിക്കുക അങ്ങനെ എടുക്കപ്പോ അതൊക്കെ മമ്മിയൊക്കെ വിളിച്ചു അപ്പൊ കറുത്തിട്ട് നോക്കിയേ അവിടെ ചുണ്ടുമ്പൊക്കെ ആയില്ലപ്പോ അപ്പൊ കറുത്തില്ലടാ ഒന്നാം ക്ലാസ്സിൽ പോവാ സ്കൂളിൽ പോവാ ഇതേപോലെ പറിച്ചെടുക്കാൻ നോക്കപ്പോ കഴുകിയ പൂവിന്റെ സ്ഥലങ്ങളെ പറക്കിയുമ്പോ പിടിച്ചിങ്ങനെ പറക്കേ നന്നായിണ്ട് എല്ലട പൂവില്ലടാ നീ കളറാവോ ഇങ്ങനെ പറിച്ചെടുക്ക് പോയില്ലേ ഇതൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാ കറുത്തില്ലേ വെളുക്കാൻ ചെലപ്പത് നന്നായിണ്ട് ചെവി മാത്രം വെളുത്തിട്ട് ചെവി വെളുത്തിട്ടുണ്ട് മുഖം കറുത്തു നല്ല കോളായി ഇപ്പൊ ഇങ്ങനെ പോവാ നമുക്ക് സ്കൂളിൽ കുറച്ച് കറുത്ത് പറ്റില്ലല്ലോ കളിക്കാൻ പറ്റും കളിക്കാൻ പോകില്ലേ ഇങ്ങനെ കിട്ടുണ്ടോ നോക്കുന്നു വലിക്കിങ്ങനെ പിടിച്ച് വലിക്കുക കയ്യും കറുത്തു കുട്ടികൾക്ക് തയ്ക്കാൻ പാടില്ല ചിലപ്പോൾ അതാവും അപ്പൊ കറുത്തുണ്ടാവും വലിയവർക്ക് മാത്രമാവും പറ്റുള്ളൂ അങ്ങനെ ശരിയും കറുത്തില്ല അവർ രക്ഷപ്പെട്ടു ഇതിന്റെ തീരുമാനിച്ചിട്ട് നീ എല്ലാം നിന്റെ മുഖത്ത് പറിച്ച് തരാൻ സാരില്ല കുറച്ച് കറുത്തിട്ടല്ലോ സാരില്ല കറുത്തിട്ടില്ല വെളുത്തുണ്ട് ഇപ്പൊ സാരില്ലടാ കുക്ക ഇത്തിരി കറുത്തുന്നല്ലോ കുഴപ്പമില്ല സാരില്ലടാ കളിക്കാൻ പൊക്കടാ എന്ത് വെളുത്ത കുട്ടിയെ കറുത്ത് കാര്യം കണ്ടു പോലെ കറുത്ത് കറുത്ത് വെക്കാം ചെരുപ്പിന്റെ കളറായി മമ്മിയുടെ ഡ്രസ്സിന്റെ കളർ ഇപ്പൊ ഈ കളറിലല്ല സ്കൂളിൽ പോകാൻ പോണേ കുട്ടികൾ തിരിച്ചറിയോ പിന്നെ അറിയില്ല
ഇപ്പൊ റയാനാന്ന് പറഞ്ഞ് ബോർഡ് എടുത്ത് നോക്കേണ്ടി വരും. ഞാൻ റയാനാന്ന് പറഞ്ഞാൽ മതി ചെല്ലുമ്പോ. സ്കൂളിൽ പോണില്ലേ? ഇപ്പൊ കറുത്ത കുട്ടിയെ എന്ത് വെളുത്ത കുട്ടിയായിരുന്നു. എന്നായല്ലോ കറുത്ത കുട്ടിയായില്ലേ? നല്ല ചന്തണ്ട് ഇപ്പൊ കാണാൻ. കറുത്ത കുട്ടി കറുത്ത നോക്കിയപ്പോ കറുത്തിട്ട് കറുത്ത കുട്ടി. എല്ലാവരും കറുത്ത കുട്ടിന്ന് വിളിക്കും. കറുത്തറയാന്ന് വിളിക്കും. പാപപ്പൂല്ലേ? കറുത്തു പോയില്ലേ? സാരില്ല കേട്ടാ. അപ്പൊ വെളുക്കൂട്ടാ കുറച്ച് ദിവസം കഴിഞ്ഞാ. ഇപ്പൊ ഇത്തിരി കറുത്തൊന്നല്ലേ ഉള്ളൂ. സാരില്ല പോട്ടെ കേട്ടാ. അറിയണ്ട കേട്ടാ. പറയണ്ട. അപ്പൊ പോയി മോൻ കഴിക്കാം. പുള്ളി വെറുതെ അപ്പൊ നമ്മുടെ അപ്പൊ കുളിച്ച് സുന്ദരനായി വന്നിരിക്കുകയാണ്. പേടിച്ചപ്പോ അപ്പൊ കറുത്തായി പോന്ന് വിചാരിച്ചു. സാരില്ല കേട്ടാ. അപ്പൊ കഴിഞ്ഞ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.